ഈ യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ തിരിച്ചുവരുന്നു എന്ന വാർത്തയ്ക്കായി കേരളം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്ത ഉടൻ പ്രതീക്ഷിക്കാമോ? അല്ല, അങ്ങനെ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും അവസാനം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വേണ്ടി യമൻ നയതന്ത്ര ഇടപെടൽ ഇന്ത്യയും ഇറാനുമായിട്ട് നടത്തി. അല്ലെങ്കിൽ ഇറാൻ യമൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് യമനിലേക്ക് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇറാൻ ബന്ധപ്പെട്ടാൽ ആ കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യമൻ പോലുള്ള ഒരു രാജ്യത്ത് ഈ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഭരണകക്ഷികൾക്കുള്ളതിനപ്പുറം അവിടെ ചില പ്രോക്സി ഗ്രൂപ്പുകൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടെ നടപ്പാകുന്ന രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇടപെട്ടപ്പോൾ നമുക്കതിനകത്തൊരു പ്രതീക്ഷയുണ്ട്. ഏതായാലും ഇതുവരെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു റിസൾട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കുന്നത് പോലെ, മാധ്യമങ്ങളിൽ വരുന്നത് പോലെ, അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പ്രസിഡന്റ് വരെ അംഗീകരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. 2012 ആ സ്ത്രീ അവിടെ ജോലിക്ക് പോയതാണ്. അപ്പോൾ അവരുടെ ഭർത്താവ് ടോമി എന്ന് പറയുന്ന ആൾ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നേഴ്സിംഗ് ജോലിയിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവിടുത്തെ യമൻ പൗരന്മാർ അല്ലെങ്കിൽ അവരുടെ പേരിൽ അവരുടെ സഹായത്തോടു കൂടിയേ ക്ലിനിക്ക് തുടങ്ങാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ക്ലിനിക്ക് തുടങ്ങുന്നതിനും ആ ഒരു ഷെയർ ഇട്ട് തുടങ്ങുന്നതിനും പപ്പാതി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഈ അബ്ദുൾ എന്നാണ് അയാളുടെ പേര്, അബ്ദുളുമായിട്ട് തീരുമാനിക്കുന്നു. അതിന് പണം തികയാതെ വന്നപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവർ നാട്ടിലേക്ക് തിരിച്ചിട്ട് പണം കണ്ടെത്തി തയ്യാറാക്കുന്നതിന് വേണ്ടി ഭർത്താവ് ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ കൂടെ പോകാനുള്ള പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവർ തിരിച്ചു ചെല്ലുകയും അപ്പം അതിനുശേഷം ഈ ക്ലിനിക്ക് പൈസ കണ്ടെത്തി എനിക്ക് തോന്നുന്നു അവർ ആരംഭിച്ചതിന് ശേഷം ഈ അബ്ദുൾ എന്ന് പറയുന്ന ആൾ ഈ സ്ത്രീയെ, ഭർത്താവ് നാട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ സ്ത്രീയെ അയാളുടെ ഭാര്യ എന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ഇവർക്ക് കിട്ടേണ്ട ഷെയർ പോലും കൊടുക്കാതെ ഇവരുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും ഈ പൈസ തട്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അപ്പം അവർക്ക് യാതൊരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഇയാളെ ഏതോ മരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലാക്കിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള കരുതലാണ് ചെയ്തത്. പക്ഷേ അബോധാവസ്ഥയിലാക്കി എന്ന് വിചാരിച്ച ആൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ അതിനുശേഷം അവിടുന്ന് മരണപ്പെട്ടതിന് ശേഷം ഇവരാരുടെയോ സഹായത്തോടു കൂടി ആ മൃതശരീരം വെട്ടി കഷ്ണങ്ങളാക്കി മറവ് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ കേസ് വന്നിരിക്കുന്നത്. എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഇത്രയാണ് അതിൻ്റെ ഒരു ഏകദേശ ചിത്രമായിട്ടുള്ളത്. അപ്പം ഈ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ വധശിക്ഷ വളരെ പ്രാകൃതമായിട്ട് വധശിക്ഷയുള്ള ഒരു രാജ്യമാണ്. അതായത് അവിടുത്തെ ഈ വധശിക്ഷയ്ക്ക് പ്രാപ്തമായിട്ടുള്ള കുറ്റങ്ങളെന്ന് പറയുമ്പം ഈ പറയുന്നത് കൊലപാതകം, ബലാത്സംഗം, മതനിന്ദ, മരണത്തേക്ക് നയിക്കുന്ന സ്വത്ത് തർക്കം, രാജ്യദ്രോഹം അല്ലെങ്കിൽ കള്ളസാക്ഷി പറയലൊക്കെ അവിടുത്തെ ഈ ഏകദേശം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഈ രീതിയിലുള്ള ഇതിനകത്ത് ഇപ്പോഴും അവിടെ പ്രാകൃതമായിട്ടുള്ള കല്ലെറിഞ്ഞു കൊല്ലുന്ന നിയമം വരെയുണ്ട്. അപ്പം തൂക്കിക്കൊല്ലുന്ന അവസ്ഥ എനിക്കുണ്ടെന്ന് തോന്നില്ല. ഏറ്റവും ലളിതമായിട്ട് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവർ ഏറ്റവും സുഖമരണം ആയിട്ട് വിചാരിക്കുന്ന അവരുടെ ശിക്ഷ എന്ന് പറയുമ്പോൾ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഈ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി നമ്മൾ ഈ പറയുന്നത് പോലെ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ വെച്ച് അത്യാവശ്യമുള്ള ഭരണാധികാരികളോ അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കേണ്ടവർ മാത്രം വെടിവെച്ച് കൊല്ലുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പൊതുജന സമക്ഷത്ത് വെച്ച് ഈ രീതിയിൽ വിധി നടപ്പാക്കുന്നുണ്ട്. അപ്പം ഈ അങ്ങനത്തെ പൊതുജന സമക്ഷത്ത് വെച്ച് വേണോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന രഹസ്യ സ്ഥലങ്ങളിൽ വെച്ച് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ശിക്ഷയുടെയും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഗൗരവം ആശ്രയിച്ചാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ ഈ അവരേറ്റവും ലളിതമെന്ന് പറയുന്നതും അല്ലെങ്കിൽ വേദന അറിയാതെ മരിക്കുമെന്നൊക്കെ പറയുന്ന മരണശിക്ഷ എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലുന്നതാണ്. വെടിവെച്ച് കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ പുറയിൽ വിലങ്ങ് വെച്ചിട്ട് ഈ പറയുന്ന പ്രദേശത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ ഇവരെ കൊണ്ടുവന്ന് ഒരു പായിലോ അല്ലെങ്കിൽ ഇതിലോ വല്ല ഇരുത്തിയിട്ട് കമന്ന് കിടക്കുന്നതിന് വേണ്ടി പറയും. എന്നിട്ട് ഈ ലോ കഴിച്ചതിന് ശേഷം കമത്തി കിടത്തിക്കൊണ്ട് ഇവരുടെ ഹൃദയത്തിൽ വെടിവെക്കുന്നതാണ് ഈ രീതി. അപ്പം ഹൃദയം എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഡോക്ടർമാർ ഈ ആരാച്ചാർമാർക്ക് കാണിച്ചു കൊടുക്കുകയും അവിടെ വെടിവെച്ചിട്ട് അപ്പോൾ ഹൃദയം സൂക്ഷ്മ അല്ലെങ്കിൽ ശ്വാസകോശം ഉൾപ്പെടെയുള്ളത് അന്നേരം തകർന്നു പോകുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും ഈ മരണവേദന ഈ പ്രതി അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾ അറിയത്തില്ലെന്നുള്ള രീതിയാണ് അല്ലെങ്കിൽ പറയുന്നത്. അത്തരത്തിലാണ് അതിൻ്റെ പറയുന്നത്. അപ്പം ഏറ്റവും
ലളിതമായിട്ടുള്ള കൊലപാതകം പോലും നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ പ്രാകൃതമായിട്ട് തോന്നുന്നു. ഒരു പക്ഷേ ഇവർ തീരുമാനിക്കുകയാണ് കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് തീരുമാനിച്ചാൽ ആ രീതിയിലുള്ള വധശിക്ഷയും അവിടെയുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പം വധശിക്ഷയൊക്കെ വളരെ അപൂർവമാണ്. ലോകത്ത് പല രാജ്യങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ വധശിക്ഷ വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ട്, അല്ലാത്ത ശിക്ഷകളുണ്ട്. പക്ഷേ ഇത് യമനിനെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ചില ഈ മുസ്ലിം രാജ്യങ്ങളിൽ വധശിക്ഷ വളരെ പ്രാകൃതമായിട്ട് അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടത്ര വിചാരണ പോലും ഇല്ലാതെ ശിക്ഷ നടപ്പാക്കി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. യമൻ പൗരൻ്റെ വീട്ടുകാർ അവരുടെ പൗരന് ഇത്ര രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ബ്ലഡ് മണി മരണത്തിന് ശേഷം അവർ ക്ഷമിച്ച് അയാളുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വില അല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് പറഞ്ഞാൽ അയാളുടെ മരണത്തിന് അല്ലെങ്കിൽ അയാളുടെ നഷ്ടത്തിന് കാരണമായ ഒരു വില വെച്ചിട്ട് ആ പൈസ കൊടുത്താൽ അവർ തീരുമാനിക്കണം ഇത് മതി, ഇവരുടെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാം എന്നുള്ളൊരു നിയമം അവിടെയും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വേറെ ഇതുപോലെ ഒരു രാജ്യത്ത് ഒരു മുസ്ലിം പൗരനെ രക്ഷിക്കുന്നതിന് വേണ്ടി 35 കോടി രൂപ എല്ലാവരുടെ പിടിച്ചു കൊടുത്ത് ബോച്ചയ്ക്ക് 1 കോടി രൂപ കൊടുത്ത ഒരു കാര്യം അറിയാം. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഏതൊക്കെ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നതിനും സുപ്രീം കോടതി അല്ലെങ്കിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് മണി കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി ചർച്ച നടത്തുന്നതിന് വേണ്ടി കുടുംബത്തിനും അല്ലെങ്കിൽ അമ്മയ്ക്കും ഇപ്പോൾ എനിക്കൊന്ന് അമ്മയെ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, രാജ്യത്ത് അവിടെ നിന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ ഒരു രാജ്യത്തിൻ്റെ നിയമം അവർ തീരുമാനിക്കുന്ന നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി സ്വാധീനിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന ഇറാൻ പോലെയുള്ള രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ആ രാജ്യത്തിനകത്ത് നിന്ന് ആ രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ തലവനുമായിട്ടുള്ള ഇറാനെ നമ്മൾ ഇടപെടുത്തിയിട്ടുണ്ട്. ഇറാനും നമ്മളുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം വെച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയും കാലത്തിനകത്തുള്ള ഒരു ഈ ബന്ധം വെച്ചിട്ടും അതിനകത്ത് ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എത്തരത്തിൽ അതിനകത്ത് ഇടപെട്ടു എന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. അതിന് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഈ തീർന്നു അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്നും രാജ്യം പിന്മാറും അല്ലെങ്കിൽ ആ പറയുന്ന കുടുംബം ബ്ലഡ് മണി മേടിച്ച് ഈ വധശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും കേട്ടില്ല. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഇതിനകത്ത് ഇടപെട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് ഒരു വ്യക്തിയുടെ താല്പര്യം അല്ലെങ്കിൽ രാജ്യം കയറി വ്യക്തിയുമായിട്ടൊന്നും സംസാരിക്കില്ല. പ്രോക്സി ഗ്രൂപ്പുകളും ശക്തമായിട്ടുള്ള അവരും ഇടപെടാമെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ കുടുംബമായിട്ട് സംസാരിച്ച് അതിനകത്തൊരു ഇളവുണ്ടാക്കി കൊടുക്കണം, അത് ഞങ്ങളുടെ താല്പര്യമാണെന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ ഭയന്നാണെങ്കിലും കേൾക്കേണ്ട ഒരു രീതിയുണ്ട്. കാരണം പ്രോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ഭീകരവാദികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നാളെ കാലത്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അവസ്ഥ എങ്ങനെയാകുമെന്ന് കണ്ട് ഒരുപക്ഷെ ആ കുടുംബം അതിന് തയ്യാറായാൽ മാത്രമായിരിക്കും ഇനിയും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പം ഇറാൻ ഗവൺമെൻറ് ഇന്ത്യയുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം വെച്ച് ഇന്ത്യ പറഞ്ഞാൽ ഒരു കാര്യം കേൾക്കണം. കാരണം ഇറാൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ. ഇറാനെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ പോലും കൈവിട്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ പരസ്യമായിട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്തൊരു രീതിയുണ്ട്. അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ ആ രാജ്യങ്ങളെ പോലും കൈകാര്യം ചെയ്യാൻ നിൽക്കുന്ന ഇസ്രായേൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യം അപ്പോൾ അതിനൊക്കെ മറികടന്ന് ഏത് രാജ്യവും അല്ലെങ്കിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യാത്ത രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നയതന്ത്ര ബന്ധത്തിൽ കൂടി കാണുന്നത്. കാരണം ശത്രുവിൻ്റെ ശത്രു റഷ്യ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ യുക്രൈനുമായിട്ട് നമ്മൾ ചർച്ചയും നടത്തും. അവിടുന്ന് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇറക്കുമതിയും ചെയ്യും, കയറ്റുമതിയും ചെയ്യും. ഇപ്പം ഈ പറയുന്ന അമേരിക്കയുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ റഷ്യയുമായിട്ട് സൗഹൃദം ഉണ്ടെങ്കിൽ റഷ്യയുമായിട്ട് നമുക്ക് സൗഹൃദം. അപ്പം ഇങ്ങനെ രാജ്യത്തുടനീളമുള്ള ഇപ്പം ഇസ്രായേലുമായിട്ട് നമുക്ക് ഏറ്റവും വലിയ ബന്ധമില്ല. ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വരെ നമ്മുടെ ഇവിടെ മേക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കയറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പാലസ്തീൻ്റെ വിഷയം വന്നപ്പോൾ അതിനെ പാലസ്തീൻ സ്വതന്ത്ര രാജ്യം വിഷയം വന്നപ്പോൾ നമ്മുടെ നിലപാട് അന്നും ഇന്നും അത് തന്നെ, പാലസ്തീൻ സ്വതന്ത്രം. അപ്പോൾ അതിനകത്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഒരു വിഷയം ആരും ഇടപെടാത്ത ഒരു രീതി വരുമ്പോൾ, ഇറാൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ അത് ഇടപെടുത്തുന്നതിന് വേണ്ടി കൊള്ളാവുന്ന ഒരു രാജ്യവും ഇടപെട്ടാൽ അത് തീരുന്ന അല്ലെങ്കിൽ ഈ തീരുന്ന ഒരു രാജ്യമാണല്ലോ. അല്ലെ എല്ലാവരും ഇടപെട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഇന്ത്യ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് ഏത് രാജ്യങ്ങളും അതിനകത്ത് പരിഗണന വെച്ച് പോയില്ലെങ്കിൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാതെ ലോകത്ത് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള എക്കണോമിക്കൽ ഗ്രോത്ത് നമുക്കുണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് രീതി നമുക്കുണ്ട്, അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി സംവിധാനം നമുക്കുണ്ട്, അപ്പം സപ്ലൈ ചെയിൻ നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട്
അതിന് തയ്യാറാകുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും പണം കൊടുക്കേണ്ട ബ്ലഡ് മണി കണ്ടെത്തേണ്ട ഒരു രീതി വന്നാൽ അതിന് ഈ നമ്മുടെ കേരളത്തിലെ പൊതുജനത്തിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടപെട്ടാലും അതൊക്കെ കണ്ടെത്താം. പക്ഷേ ആ നിയമം, അവരെ വധശിക്ഷ റദ്ദാക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ആ രാജ്യത്ത് നിന്ന് വരണം. കാരണം അതൊരു വല്ലാത്ത രാജ്യമാണ്. കാരണം മതരാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിന് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രാജ്യം, പ്രോക്സി ഗ്രൂപ്പുകൾ വലയം ചെയ്തിരിക്കുന്ന രാജ്യം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇടപെടുത്തിയിരിക്കുന്നത്. ഏതായാലും നിമിഷപ്രിയ തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നമ്മൾ ടോക്ക് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ മരണം വരിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയായിട്ട് നിമിഷപ്രിയ മാറുന്ന ഒരു കഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരും.